അഡ്വക്കേറ്റിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തു. പക്ഷെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചെലവുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ടൊരു ഫണ്ട് കാണുക തന്നെ വേണം. ഇനി കടം വാങ്ങിക്കാന്നുള്ളൊരു മാർഗം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്നാണ് നിങ്ങളൊക്കെ കരുതുന്നത്. പക്ഷെ അത് വേണ്ട. കുറച്ച് കാശ് കൃത്യമായിട്ട് കയ്യിൽ വേണം. അതിന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വഴി എനിക്ക് തോന്നി. നമ്മുടെ ഈ വീടും മറ്റു പ്രധാന പ്രോപ്പർട്ടികളുമെല്ലാം കമ്പനി ലോണിന് വേണ്ടി ബാങ്കിൽ ഈടില്ല. പക്ഷെ മലയൻകീഴില് നമ്മുടെ കുറച്ച് ഭൂമിയുണ്ട്, ഒരു 10 സെന്റ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സിദ്ധുവിന്റെ പേരിൽ വാങ്ങിച്ചിട്ട ഭൂമിയാത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നമുക്കൊരു നേട്ടമാണ്. അതിനടുത്ത് വലിയ പ്രോജക്റ്റുകൾ എന്തോ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിന് അത്യാവശ്യം മോശമല്ലാത്തൊരു വില കിട്ടും. എന്റെ തീരുമാനം അതങ്ങ് വിൽക്കാന്നാ. നല്ല തീരുമാനമെന്നാണ് ഞാൻ പറയുന്നത്. കാശിന് വേണ്ടിയുള്ള അലച്ചിലാണ് സാധാരണക്കാരനെ തകർത്ത് കളയുന്നത്. ഇത്തരം ഒരു സ്ഥലത്ത് 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്ത് കടങ്ങളും ഫീസും ബാധ്യതകളൊക്കെ തീർക്കാം. ഗിരീഷേട്ടന്റെ അഭിപ്രായം തന്നെ എനിക്കും. വിടുന്നത് വിഷമമാണെങ്കിലും ഇപ്പോ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അത് നടക്കട്ടമ്മേ. മോളെന്ത് പറയുന്നു? അതെ അമ്മേ, അങ്ങനെ തന്നെ ആവട്ടെ. ഒന്നുകൂടി പറയാനുണ്ട്. അത് ഗിരിയോടാ. ആ ഭൂമി രജനിക്കെന്ന് ഉദ്ദേശിച്ച് മാറ്റിയിട്ടിരുന്നതാ. ഗിരിക്കും രജനിക്കും അവകാശപ്പെട്ടത് ഇവിടുത്തെ ഒരു കാര്യത്തിന് വിനിയോഗിക്കാന്ന് വെച്ചാ. മാഡം ഞങ്ങളെ കളിയാക്കുകയാണോ? കളിയാക്കിയതാണെങ്കിൽ മോശമായിപ്പോയി. കാര്യമായിട്ടാ പറഞ്ഞെങ്കിൽ മാഡം ഇതുവരെ എന്നെ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. രണ്ടായാലും വിഷമം തന്നെ. ഞാൻ അത് അമ്മ ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാ ഗിരീഷേട്ടാ. സോറി ഗിരീഷേ. കാലം പലതരത്തിലും എന്നെ പല പാഠങ്ങളും പഠിപ്പിക്കുക. അതിലൊന്ന് ഗിരീഷിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. പണ്ട് ഞാൻ ഒരുപാട് വിഷമിപ്പിച്ച ആൾ ഇപ്പൊ എന്റെ വിഷമം മാറ്റാൻ കൂടെ നിൽക്കുന്നു. സോറി മോനെ, സോറി. അത് വിട്ടേക്ക് മാഡം. ഞാൻ ഈ വീട്ടിലെ മൂത്ത മകനാണെന്നല്ലേ മാഡം മുമ്പ് പറഞ്ഞത്. മകനോട് സോറി പറയുന്നത് മോശമല്ലേ? ഇതിപ്പോ മക്കളോട് ക്ഷമ ചോദിക്കാനും പാടില്ലേ? ആ, മാതാപിതാക്കള് മക്കളോട് ക്ഷമിക്കണമെന്നൊന്നും പറയണ്ട. മക്കളങ്ങ് ക്ഷമിച്ചോളൂ. അല്ല രജനി? ആ അതെ. ശരി. അപ്പൊ നാളെ ഞാനും നന്ദനും ആ സ്ഥലത്ത് പോയി വില്ലേജ് ഓഫീസുകളിൽ കയറി രേഖകൾ എടുക്കാം. ഫോർ സെയിലിന് പരസ്യം കൊടുക്കാം. അതെ, അങ്ങനെ ആവട്ടെ മാഡം. അല്ലേ? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.